വിവാദങ്ങൾക്കിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ശബരിമല നട വീണ്ടും തുറക്കുകയാണ്. ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ ഇന്ന് സമർപ്പിക്കും. തുലാമാസ പൂജകൾക്കായി സാധാരണ വൈകിട്ട് 5 മണിക്ക് തുറക്കാനുള്ള നട ഇന്ന് 4 മണിക്ക് തുറക്കും. അതിനുശേഷമായിരിക്കും ശ്രീകോവിലിന് സമീപത്തെ 12 പാളികളും സമർപ്പിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനുണ്ട്, സന്നിധാനത്തേക്ക് പോകുന്ന വഴിയാണ്. പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് പ്രവീൺ. ഇന്ന് സന്നിധാനത്ത് ദ്വാരപാലക പാളികൾ ഈ ദ്വാരപാലകരുടെ ശില്പത്തിന് മുകളിൽ സ്ഥാപിക്കാൻ പോവുകയാണ്. എപ്പോഴാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്? ആ സമയം നമ്മൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് അവിടെ പ്രവേശനമുണ്ടല്ലോ അല്ലേ? പ്രവീൺ പുരുഷോത്തമൻ, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നിപ്പോൾ ദ്വാരപാലക ശില്പപാളികൾ സന്നിധാനത്ത് 4 മണിയോടുകൂടി സ്ഥാപിക്കും. മാധ്യമപ്രവർത്തകരെ അതിനു മുൻപ് തന്നെ അവിടെ പ്രവേശിപ്പിക്കുമല്ലോ അല്ലേ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. മാധ്യമപ്രവർത്തകർക്ക് പ്രവേശന വിലക്കൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പരിശോധന നടത്തിയിരുന്നു. ആ സമയത്ത് പമ്പ വരെ മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് സന്നിധാനത്തേക്ക് മല ചവിട്ടാൻ മാധ്യമപ്രവർത്തകരെ അനുവദിച്ചിരുന്നില്ല. അതിരഹസ്യമായിട്ടായിരുന്നു ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ ആ പരിശോധന നടത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് നട തുറക്കുകയാണ്. എല്ലാവർക്കും അവിടേക്ക് എത്താവുന്നതേ ഉള്ളൂ. 4 മണിക്ക് നട തുറന്നതിന് ശേഷമായിരിക്കും ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ പുനഃസ്ഥാപിക്കുക എന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മറുപടി ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം കണ്ണുകളെല്ലാം സന്നിധാനത്തേക്കായിരിക്കും. കാരണം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടെ മുതലാണ് ഈ വിവാദങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ അത് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയ ശേഷം അത് സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്നായിരിക്കും എടുത്ത് ഇന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ആ പാളികൾ വീണ്ടും സ്ഥാപിക്കുക. ഇനിയിപ്പോൾ രാഷ്ട്രപതിയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്, ഒരു ന്യായം പറഞ്ഞിരുന്നത് അത് മങ്ങിയ നിറമായിരുന്നു, അതുകൊണ്ട് ആ ശില്പങ്ങൾ കൂടുതൽ തെളിച്ചം വേണം. ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് ചെന്നൈയിലേക്കൊക്കെ അത് അറ്റകുറ്റപ്പണിക്കൊക്കെ കൊണ്ടുപോയത്. പറഞ്ഞതുപോലെ 4 മണിയോടുകൂടി ദ്വാരപാലക ശില്പപാളികൾ സന്നിധാനത്ത് ഈ ദ്വാരപാലകരുടെ ശില്പത്തിന് പുറത്ത് സ്ഥാപിക്കാൻ പോവുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും സഹോദരി ഭർത്താവും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തത്സമയ വിവരങ്ങളുമായി ടി വി പ്രസാദും റഹീസ് റഷീദും ഒപ്പം റോഷി പാലും പ്രവീൺ പുരുഷോത്തമനും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട്. സമഗ്രമായ കവറേജാണ് പ്രേക്ഷകർ തുടരുക. ക്രൈംബ്രാഞ്ചിന്റെ ഓരോ നീക്കങ്ങളും തത്സമയം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്